കണ്ണൂർ സ്ക്വാഡുമായി മമ്മൂട്ടി വരുന്നു. മമ്മൂക്ക നായകനായി എത്തുന്ന മാസ് ഇൻവെസ്റ്റിഗേഷൻ സിനിമ ക്രിസ്റ്റഫറിന്റെ ഓഫ്ലൈൻ പ്രൊമോഷൻ ആരംഭിച്ചിരിക്കുകയാണ് നിർമ്മാതാക്കൾ. ഫെബ്രുവരി റിലീസിന് തയ്യാറെടുക്കുന്ന ക്രിസ്റ്റഫർ വൈഡ് റിലീസായി തന്നെ എത്തിക്കാനാണ് നിർമ്മാതാക്കൾ ലക്ഷ്യമിടുന്നത്. ഇപ്പോഴത്തെ സിനിമയുടെ പുതിയ തിയേറ്റർ സ്റ്റാൻഡി സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ജീപ്പിന് ഫ്രണ്ടിൽ ഡബിൾ ബാരൽ ഗണ്ണുമായി സ്റ്റൈലിഷ് ഗെറ്റപ്പിൽ നിൽക്കുന്ന മമ്മൂക്കയാണ് ഫോട്ടോയിൽ കാണുന്നത്. ഇതിനൊപ്പം ബ്ലാക്ക് ഷർട്ടിൽ ക്ലോസപ്പ് ഷോട്ടിൽ തൂക്കമായി നിൽക്കുന്ന മമ്മൂക്കയുടെ വാൾ പോസ്റ്ററും സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. സ്പടികം റീ റിലീസും ക്രിസ്റ്റഫർ റിലീസും ഒരേ ദിവസമാകുമെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ക്രിസ്റ്റഫറിന്റെ ഔദ്യോഗിക റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. 56 ലൊക്കേഷനുകളിലായി 79 ദിവസത്തെ ഷൂട്ടിങ്ങിന് ശേഷം സിനിമ പ്രേക്ഷകരിലേക്ക് എത്താൻ തയ്യാറെടുക്കുകയാണ്. ക്രിസ്റ്റഫറിൽ മമ്മൂക്കയോടൊപ്പം നിൽക്കുന്ന വേഷമാണ് തന്റെ എന്ന് പറയുകയാണ് ദീപക് പറമ്പോൾ. ഇതിൽ കേരള പോലീസ് അല്ല എന്നും സിനിമയിലെ കാർ ആക്സിഡന്റ് സീൻ എടുക്കുമ്പോൾ ചെറിയ പേടിയുണ്ടായിരുന്നുവെന്നും എന്നാൽ എല്ലാം നന്നായി തന്നെ വന്നുവെന്നും ദീപക് പറയുന്നു. ടീസറിൽ ഡബിൾ ബാരൽ ഗൺ എടുത്ത് കണ്ട് ഫയർ ചെയ്യുന്ന സീൻ ചിത്രീകരിച്ച കാര്യവും ദീപക് വെളിപ്പെടുത്തി. താൻ വലത് കൈകൊണ്ടെടുത്തപ്പോൾ തന്നെ നല്ല വെയിറ്റ് അനുഭവപ്പെട്ടെന്നും മമ്മൂക്ക സിനിമയിൽ ഇടത് കൈകൊണ്ട് ഫയർ ചെയ്തപ്പോൾ ചെറിയ രീതിയിൽ ഷേക്കായെന്നും സീനിന്റെ പെർഫെക്ഷനായി മമ്മൂക്ക വീണ്ടും എടുപ്പിച്ചെന്നും റീടേക്കിൽ നൂലിട മാറാതെ പെർഫെക്റ്റായി മമ്മൂക്ക ചെയ്തത് തന്നെ ഏറെ ആവേശനാക്കിയെന്നും ടീസർ കണ്ടതുപോലെ തന്നെ സിനിമയും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആകുമെന്നും ദീപക് പറഞ്ഞു. മികച്ച പ്രതികരണം ക്രിസ്റ്റഫർ ടീസറിന് സാധാ പ്രേക്ഷകരിൽ നിന്നും ലഭിക്കുന്നുണ്ട്. ജസ്റ്റിൻ വർഗീസ് ഒരുക്കി BGMൽ മമ്മൂക്കയുടെ ഇൻട്രോ ആരാധകരെ ആവേശഭരിതരാക്കുമെന്ന് തീർച്ച. ഗ്രേറ്റ് ഫാദറിന് ശേഷം മമ്മൂക്കയോടൊപ്പം ദീപക് വീണ്ടും എത്തുന്ന സിനിമയാണ് ക്രിസ്റ്റഫർ. ചട്ടമ്പിനാടിലും കസബയിലും മമ്മൂക്ക ഡബിൾ ബാരൽ ഗൺ ഉപയോഗിച്ചിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ സിനിമയാണ് ഇപ്പോൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന റോബിക്കൊപ്പമുള്ള സിനിമ. മമ്മൂക്ക വീണ്ടും പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷത്തിലെത്തുന്നു എന്നതാണ് ഈ സിനിമയുടെ പ്രത്യേകത. മമ്മൂക്കയോടൊപ്പം വിജയരാഘവൻ, ശബരീഷ് വർമ്മ, ദീപക് പറമ്പോൾ, അസീസ് നെടുമങ്ങാട്, റോണി ഡേവിഡ് രാജ്, KU മോഹൻ, ഗായത്രി അരുൺ, ഷറഫുദ്ദീൻ, ഷബിത് ബെൻസൺ ഉൾപ്പെടെ 100ഓളം ആർട്ടിസ്റ്റുകൾ ഇതിൽ ഭാഗമാകും. പാല, കൊച്ചി, രാമപുരം, കണ്ണൂർ, വയനാട്, പൂനെ, മുംബൈ എന്നീ സ്ഥലങ്ങൾ ലൊക്കേഷനാകുന്ന സിനിമയിൽ ഹിന്ദിയിൽ നിന്നുള്ള താരങ്ങളും അഭിനയിക്കുന്നുണ്ട്. സിനിമയുടെ പേര് മമ്മൂക്ക തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കണ്ണൂർ സ്ക്വാഡ് എന്നാണ് പടത്തിന് കൊടുത്തിരിക്കുന്ന പേര്. നിലവിൽ 29 ദിവസത്തെ ഷൂട്ടിംഗ് പൂർത്തിയായി. പുതുപുത്തൻ സിനിമാ വാർത്തകൾക്കും മറ്റ് അറിവുകൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക.